ദിസ് ഈസ് റോസ് ഗാർഡൻ. അപ്പം നമ്മൾ റോസ് ഗാർഡനിലെത്തി. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റോസസ് ആണ് ഇവിടെ ഉള്ളത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ബെൽഫാസ്റ്റിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഈ കാണുന്നതാണ് ക്യൂൻസ് യൂണിവേഴ്സിറ്റി. 1894 സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ക്യൂൻസ് കോളേജ് പിന്നീട് യൂണിവേഴ്സിറ്റി ആയി എന്നൊക്കെയാണ് ചരിത്രം. മൊയറയിൽ നിന്നും ബെൽഫാസ്റ്റിലേക്ക് ഞാൻ ട്രെയിനിലാണ് വന്നത്. അവിടെ നിന്നും ഇങ്ങോട്ടൊരു 20 മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് കുറച്ച് ചുറ്റിയിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. ആൻഡ് ഇതാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എൻ്റർ ആവാനായിട്ട് വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ടതില്ല. സമ്മറിന് മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം വൈബാണ് ഈ കാണുന്നത്. പൂക്കളും ഇലകളും പച്ചപ്പും. ഇതിൻ്റെ അകത്തുള്ള ഗ്ലാസ് ഹൗസിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഒത്തിരി ചെടികൾ കാണാൻ പറ്റും. ആൻഡ് നമ്മുടെ ചെമ്പരത്തിക്ക് പോലും ഒരു വലിയ വാല്യൂ കൊടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. വെറൈറ്റീസ് ഓഫ് ചെടികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ആൻഡ് പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ആയിട്ടും വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പൂക്കൾക്ക് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഈ ഒരു ടൈമിൽ പൂക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് പോയത് റോസ് ഗാർഡനിലേക്കാണ്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പല നിറത്തിലുള്ള റോസസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. ആൻഡ് അതിന്റെ വലുപ്പവും പലതരത്തിലായിരുന്നു. ഓരോ റോസസും ഇത്രയും വലുപ്പമുണ്ടോ അല്ലെങ്കിൽ ഇത്രയും വലുപ്പം കുറവാണോ എന്നൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ കണ്ടത്. ആൻഡ് പർപ്പിള്, റെഡ് തുടങ്ങി ബ്ലാക്ക് കളറിലെ റോസ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവർ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഊട്ടി ചെന്നപ്പോഴേക്കും ഒരു 100 രൂപ കൊടുത്ത് ഇതുപോലെ റോസ് ഗാർഡൻ കാണാനായിട്ട് ചെന്നതാണ്. അവിടെ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഒരു പേയ്മെന്റ് മേടിക്കാതെയാണ് നമുക്കിത് കാണാനുള്ള ഒരു എൻട്രി തരുന്നത് അവർ. അതിന്റെ ഉള്ളിൽ വഴി ഉണ്ടാക്കി നമുക്ക് കാണാനായിട്ട് ഇതേ ഗ്രാസും ഉണ്ട്, മാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റിയലാട്ടോ. മൊത്തത്തിലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിന് മാത്രം കാര്യങ്ങളും കാണാനുണ്ട്. റോസ് ഗാർഡൻ മാത്രം തന്നെ നടന്ന് കാണാനായിട്ട് ഒത്തിരി ഉണ്ട്. അതിന് നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇങ്ങനെയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവർക്കും ഒരു മസ്റ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. ഈ ഒരു സമ്മർ സമയത്ത് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. റോസ് ഗാർഡൻ കണ്ടതിന് നേരെ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനൊക്കെ നമുക്ക് പോവാം. എവിടെ ഇത് മാത്രമല്ല കേട്ടോ, അടിപൊളിയായിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ട്. അതിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ്. സമ്മർ ആയതുകൊണ്ട് തന്നെ വെയിലിന് വേണ്ടി മത്തി ഉണക്കാൻ ഇട്ടേക്കുന്ന പോലെ ആൾക്കാർ ഈ പുല്ല് കിടന്ന് ഉറങ്ങുന്നത്. ഇതാണ് ആ കാണുന്ന മ്യൂസിയം. ഇവിടെ കുറെ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതല്ല കേട്ടോ. കുറെ എൻ്റെ ഒക്കെ പേര് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിടിയിട്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്